ലാലേട്ടൻ ബാക്ക് ഷോട്ട് നീ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കും, എന്നിട്ട് തുടരും എഴുതി കാണിക്കും. അപ്പൊ അവൻ ചേട്ടാ എന്തൊരു മാർക്കറ്റിംഗ് ആണ് ചേട്ടാ. അവൻ അങ്ങനെയല്ല, എനിക്കത് അതിനേക്കാൾ വലിയൊരു ബ്രാൻഡിങ് വേറെ ഇല്ല, ധൈര്യമായിട്ട് പിടിക്കുന്നത്. അപ്പം അത് രഞ്ജിത്തേട്ടൻ എപ്പോഴും എടുക്കുക പറയും, അതിനേക്കാൾ വലിയൊരു മാസ് ഇല്ല പറഞ്ഞത്. ജമ്പ് ചെയ്യണം എന്നറിയാം, പക്ഷെ ഇത് ഇത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജമ്പ് ആവുന്നത് ആ ആക്ടിന്റെ ഓറയാണ്. പലതരം ചർച്ചകൾ, സംഗതി പഴയ മോഹൻലാൽ, പുതിയ മോഹൻലാൽ പെർഫോമൻസ് തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു സിനിമയുടെ എൻഡ് നോട്ടായിട്ട് മോഹൻലാൽ തുടരുന്നു വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ സക്സസ് പോസ്റ്ററിന്റെ സ്ഥലത്ത് 20ാം നൂറ്റാണ്ടിന്റെ നായകൻ തുടരുമോ എന്നുള്ളത് നായകൻ തുടരും എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ അവിടെ ഒരു ഒരു അതിൽ എൻഡ് നോട്ട് പോലും നായകൻ തുടരും എന്നുള്ള സംഗതി, ഇത് രണ്ടും കൂടി മെർജ് ചെയ്യണം. ഇപ്പം ബാക്ക് ഷോട്ടിൽ ലാലേട്ടൻ നടന്നു പോകുന്നത് സ്ക്രിപ്റ്റിലെ കറക്റ്റ് ഷോട്ട് തന്നെയാണ്. അപ്പൊ അവിടെ തുടരും എന്നുള്ള ടൈറ്റിൽ വരുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ തുടരുന്നതിനേക്കാൾ ഉപരിയായിട്ട് തുടരും എന്നുള്ള ടൈറ്റിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഇത് ലാലേട്ടൻ്റെ ഓൺലൈനൊക്കെ നോക്കുന്ന സജീവുണ്ട്. സജീവും നമ്മൾ സെറ്റിലൊക്കെ വരുന്ന സമയത്ത് പടത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ സജീവിൻ്റെ അടുത്ത് ദിവസം പറഞ്ഞു, ഈ പടം അവസാനിക്കുമ്പോൾ മോഹൻലാൽ തുടരും എന്നെഴുതി കാണിക്കുന്ന രീതിയിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ സജീവിന്റെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ്, അത് അന്യായം അത് അപ്പൊ സജീവിന്റെ കണ്ണിലെ കണ്ട തിളക്കം. അപ്പം അങ്ങനെ ഒരാളുടെ കണ്ണിൽ തിളക്കം കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത അപ്പം എൻ്റെ മനസ്സിൽ ഇത് കിടപ്പണം. അപ്പം ഞാൻ അപ്പം നമ്മൾ ഇത് പടം എഡിറ്റ് ചെയ്ത് വരുമ്പോഴല്ലേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞതിൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് കാണാൻ സജീവനില്ല. പിന്നെ ഞാനതിങ്ങനെ ഷഫീഖിനെ എഡിറ്റ് ചെയ്ത് വന്ന് ലാസ്റ്റ് തുടരും എന്ന ടൈറ്റിൽ ഇട്ടപ്പോൾ ഞാൻ ഷഫീഖിനോട് ഷഫീഖെ ലാലേട്ടൻ ബാക്ക് ഷോട്ട് നീ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കും, എന്നിട്ട് തുടരും എന്ന് എഴുതി കാണിക്കും. അപ്പൊ അവൻ ചേട്ടാ എന്തൊരു മാർക്കറ്റിംഗ് ആണ് ചേട്ടാ. അവൻ അങ്ങനെയല്ല, എനിക്കത് അതിനേക്കാൾ വലിയൊരു ബ്രാൻഡിങ് വേറെ ഇല്ല, ധൈര്യമായിട്ട് പിടിക്കുന്നത്. അപ്പം അത് രഞ്ജിത്തേട്ടൻ എപ്പോഴും എടുക്കുക പറയും, അതിനേക്കാൾ വലിയൊരു മാസ് ഇല്ല പറഞ്ഞത്. നമ്മൾ വേറെ എന്ത് ഇപ്പം എനിക്ക് ഭയങ്കര ഇമോഷണൽ ആണോ, ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. കാരണം ലാലേട്ടൻ പടങ്ങൾ ഇമോഷണലി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കില്ല എന്ന് പറയുന്ന ഒരു ഫീഡിങ് എനിക്ക് എപ്പോഴൊക്കെയോ കിട്ടും. ഇപ്പം നമ്മുടെ വന്ദനമാണെങ്കിലും തോറ്റ നായകൻ വിജയിക്കില്ല. അപ്പം ലാലേട്ടനെ പോലത്തെ ആളാണെങ്കിൽ എപ്പോഴും ഹീറോയിക്കിൽ തന്നെ നിർത്തണമെന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ എന്താടാ ഇതൊരു തോറ്റ നായകന്റെ കഥയായിട്ട് മാറുമോ, ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോവുമോ, നമ്മൾ ഇത്രയും മാസം പരിപാടിയൊക്കെ സെക്കൻഡ് ഹാഫിൽ കാണിച്ചിട്ടൊരു ഗ്രാഫ് ഡിപ്പായി പോകുന്ന രഞ്ജൻ അതിനേക്കാൾ വലിയ മാസല്ലേ ഇതേ മോഹൻലാൽ തുടരും എഴുതി വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു മാസം ഇനി നമുക്ക് കൊടുക്കാനില്ല. അതുകൊണ്ട് അത് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയിരിക്കും, തരും നോക്കിക്കോ. പുള്ളി അത് ഓക്കെ പറഞ്ഞാൽ എനിക്ക് ഓക്കെ. കാരണം ഞാൻ പറഞ്ഞേ പുള്ളി ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ്. പുള്ളി 35 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ജയവും തോൽവിയും പതനവും എല്ലാം കണ്ടൊരു മനുഷ്യനാണ്. അപ്പൊ ആ രഞ്ജിത്തേട്ടൻ അത് എൻ്റെ ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ സിനിമയിലെ പല ഡിവിഷൻസ് എളുപ്പം. അപ്പൊ അത് ഞാൻ പിന്നെ അങ്ങനെ മോഹൻലാൽ തുടരും അങ്ങനെ അങ്ങോട്ട് വന്നു. സിനിമ നന്നായപ്പോ എല്ലാം നന്നായി. ഇപ്പം തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഈ സെക്കൻഡ് ഹാഫ് ഉള്ള ടീസറൊക്കെ വന്ന സ്ഥിതിക്ക് ചോദിക്കാവുന്നല്ലേ അതിന്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി. പക്ഷെ നമ്മൾ സ്ഫടികത്തിലെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മൾ മോഹൻലാലിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ പല സിഗ്നേച്ചർ മൊമെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രെയിമിലേക്ക് അതിന്റെ ഒരു ആക്ഷൻ കൊറിയോയിൽ പുള്ളിയുടെ ഒരു ഭയങ്കരമായൊരു സിമ്പിൾ വർക്ക് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ പുലിമുരുകൻ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ സീൻ ഇരുന്നിട്ടുള്ള സീൻ, കുട്ടികൾ പോലും അനുകരിക്കുന്ന ഒരു അനിമേറ്റഡ് വേർഷൻ പോലെ ഒരു സാധനമുണ്ട്. ഇപ്പം മുണ്ട് പറിച്ചടിയുണ്ട്. ഇതിൽ അങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഒരിക്കലും അതും ഞാൻ നേരത്തെ പറയാ അവിടെ റിക്രിയേറ്റീവ് ഓപ്ഷൻ ഇല്ല, പുതിയതൊന്നും ഉണ്ടാക്കാവുന്നതാണ്. അവിടെ എനിക്ക് തരുണിന്റെ കാര്യത്തിൽ എപ്പോഴും ഈ മുരുകാവിളി അടക്കമുള്ള എപ്പോഴും തോന്നിയത് അത് റിയലിസ്റ്റിക് ആണ്. നമ്മൾ ഇദ്ദേഹത്തെ കാണുന്ന മുണ്ട് മുതൽ ഈ പറയുന്ന ശബരിമല റിട്ടേൺ ട്രാവൽ മുതൽ ഏറ്റവും ആ ബ്ലാക്ക് മുണ്ട് എന്നുള്ളത് ഏറ്റവും കൺവിൻസിങ് ആണ്. അത് ഫറാന്റെ അടുത്ത് ചെല്ലുന്ന സീനാണെങ്കിലും ഇതിലെല്ലാം റീസൺ ഉണ്ട്, റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫാൻസിന് ഇത് ഈ രീതിയിലും സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പുറത്തൊരു സ്റ്റൻഡ്യൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ തന്നെയായിരിക്കും അയാളുടെ ഹൈ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സീൻ, ആ സ്പെസിഫിക് സീൻ, സ്പെസിഫിക് ആക്ഷൻ, അങ്ങനെ ഒരു സിഗ്നേച്ചർ ഫ്രെയിം എന്നുള്ളത് എങ്ങനെ ഈ ബ്ലാക്ക് മുണ്ട് യൂസ് ചെയ്യുന്ന ബിനു ആണ് സജസ്റ്റ് ചെയ്യണം. ബിനു പറഞ്ഞാൽ നമുക്ക് കാരണം അത് ബ്ലാക്ക് ആണെങ്കിൽ നന്നാവൂലേ, കാരണം നമ്മള് അപ്പം നമുക്കത് കൺവിൻസിങ്. കാരണം ഫസ്റ്റ് സീനിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് വന്നപ്പോഴത്തെ എനിക്ക് ആകോട് ഞാൻ അത് അനാവശ്യമായിട്ടൊരു പുലിമുരുകൻ റെഫറൻസിലോട്ട് പോകുമോ എന്ന് പറയുന്ന ഒരു കൺസേൺ മാത്രമാണ്. പക്ഷെ ഈ പറയുന്ന ശബരിമലയിൽ അത് കാണിച്ചത് കൊണ്ട് അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് മുണ്ട് ത്രൂ ഔട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഇയാളൊരു ഷിഫ്റ്റ് സമയം പോലെ അതങ്ങനെ സംഭവിച്ചു. ഈ പറയുന്ന പിന്നെ
ഈ ഹൈ മൂവ്മെന്റുകളെ പറ്റി കൃത്യമായിട്ട് മാർക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് എവിടെ കൈയിടും, മുരുക കൈയടിക്കണം. അത് കഴിഞ്ഞ് എന്റെ ആ ഫസ്റ്റ് ഫൈറ്റിന്റെ എന്റെ എക്സൈറ്റ്മെന്റ് ഒരു ബിരിയാണിയുടെ പാത്രം കൊണ്ട് ബിനുവിന്റെ തലക്കടിക്കണം, അതങ്ങനെ വേണം. ബിനുവിന് ലോക്ക് ഇടണം. അത് ഈ പറയുന്ന പോലെ ഇനി അവൻ ഊരി പോകരുതെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലോക്കും അതൊരു പൊട്ടിക്കലും അത് അങ്ങനെ. അതിനൊരു പ്രീതുണ്ടല്ലോ, ഈ കൈ ഇയാളുടെ മേളിൽ ഇവര് നടത്തുന്ന എല്ലാത്തിലും ഇയാളുടെ മേളിൽ കാണിക്കുന്ന അധികാരത്തിൽ ഈ കൈക്ക്, ഇയാളുടെ കൈക്ക് മേളിലാണ് ഇവർ കാണിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ഉണ്ട്. അത് ഈ പറയുന്ന നമ്മൾ ഭാരതരാജ സാറിനെ യൂസ് ചെയ്യുന്ന സാറും ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണക്ട് ആയി വരികയും പിന്നീട് ഈ ഒരു ഇപ്പം നമ്മൾ ഇത്രയേറെ എല്ലാ ഫാൻസും ഓഡിയൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ജമ്പ് ഉണ്ടല്ലോ. അപ്പം അത് എനിക്ക് ജമ്പ് ചെയ്യണം എന്നറിയാം, പക്ഷെ ഇത് ഇത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജമ്പ് ആവുന്നത് ആ ആക്ടിന്റെ ഓറയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ജമ്പ് ചെയ്ത് എങ്ങനെയാണ് ജമ്പ് ചെയ്ത് വരാൻ പോകുന്ന അറിയില്ല. പക്ഷെ ജമ്പ് ചെയ്ത് വരുമ്പോ അതൊരു ഫാൻറ്റം ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുക്കുമ്പോ സ്ലോ മോഷനിൽ അത് കാണുമ്പോ അത് ആ മുണ്ടടക്കം ഒരു റാ ഷേപ്പിൽ മാറി വരുന്നതെന്ന് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു മൊമെന്റ് ആണ്. അതിനുശേഷം ഈ പറയുന്ന ഫാനിന്റെ പരിപാടി, ലാത്തി കൊണ്ടുള്ള പരിപാടി, അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകുന്ന പരിപാടി, അതൊരു റിവേഴ്സ് ലാൻഡിംഗ് ആണോ അതോ അത് ഫസ്റ്റ് ടേക്ക് ആണ്? അത് ഫസ്റ്റ്, അതിനപ്പുറത്തേക്ക് കാരണം എനിക്ക് ലാൽ സാർ ഇങ്ങനെ ചാടി വരുന്നു, അത് നിൽക്കുന്നു, അപ്പൊ ഒരു കാറ്റിൽ ലാൽ സാറിന്റെ മുടിയടക്കം പറക്കുന്നു, ഇവൻ ആ മുണ്ട് അടക്കം ഇപ്പോഴും ഷോട്ട് പോയി കഴിഞ്ഞാൽ കാലടക്കം റാ പോലെയാണ് തന്നെ. അത് ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെയാണ്. അത് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു റീടേക്ക് പോകാനോ അതിനപ്പുറത്തേക്ക് ടേക്ക് കിട്ടാനില്ല എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഫീൽ ചെയ്യിച്ചോണ്ട് അത് തരുന്നത്. അതെന്റെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിനേക്കാൾ മികച്ച എലിമെന്റുകൾ കിട്ടിയിരുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ ബാത്റൂം കരച്ചിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കൈ ഒടിക്കുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയാ, ഒരു സൈക്കിക് ആയിട്ടുള്ള ചിരി പോലെയൊക്കെ എന്റെ മനസ്സിൽ ഇതുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചാണ് ദ ബെസ്റ്റ് എന്നും പറഞ്ഞാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ അതിനേക്കാൾ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി മേളിൽ ഒരു പരിപാടി കിട്ടുമ്പോൾ നമുക്കൊരു റീടേക്ക് വിളിക്കാൻ തോന്നില്ല.